ബോയ് 12th ഇംഗ്ലീഷ് ഗ്രാമറിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഗ്രാമർ ടോപ്പിക് ആണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടി ഒരിക്കലും പറ്റൂല. സോ ഈ ഒരു മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു 10 മിനിറ്റ് ആണ്. ഒരു 10 മിനിറ്റിൽ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളതും ഇതെങ്ങനെ ഇതിന് ഉത്തരം എഴുതാന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ കാലാകാലങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ്, നമ്മൾ പരദൂഷണം പറയുന്നതിന്റെ ഗ്രാമറാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ടാവും. നമ്മൾ ഈ കേട്ട കാര്യമല്ലേ, ആ കേട്ട കാര്യമാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരദൂഷണത്തിലേക്ക് മാറ്റി പറയുന്നതിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും എക്സാമിന് ചോദിക്കുക ഈ കേട്ട കാര്യത്തിനെ പരദൂഷണത്തിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനായിരിക്കും എപ്പോഴും ചോദിക്കുക. സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത് ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ് എന്നുള്ളതാണ്. പക്ഷെ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറുന്നു. ഇവിടെ കുറേ വാക്കുകൾക്ക് മാറ്റമുണ്ട്. ഇവിടെ ആസ്ഡ് എന്നുള്ളത് എവിടെ നിന്നോ കയറി വന്നു, ഇഫ് എന്നുള്ളത് എവിടെ നിന്നോ കയറി വന്നു, ഈ ആർ എന്നുള്ളത് വാസ് ആയിട്ട് മാറി, ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ട് മാറി. ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം. ഇവിടെ ഞാനൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അത് എന്തായാലും പഠിക്കാതെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തൊടാൻ വേണ്ടി കിട്ടില്ല. ഇവിടെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഐ ഹി ഷി ആയിട്ട് മാറും, യു എന്നുള്ളത് ഹി ഷി ആയിട്ട് മാറും, യോർ എന്നുള്ളത് ഹിസർ ആയിട്ട് മാറും. അങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോമിലെല്ലാം അത് V2യിലേക്ക് മാറും. ഇത് എക്സാമ്പിൾ കണ്ടിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് വിഴുങ്ങണ്ട. എല്ലാ വെർബിനെ നമ്മൾ സെക്കൻഡ് ഫോമിൽ ആക്കുന്നില്ല. അതിന് കുറച്ച് രീതികളുണ്ട്. ഇനി വെർബ് അതിന്റെ സെക്കൻഡ് ഫോമിലാണ് ഓൾറെഡി ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹാഡ് പ്ലസ് V3യിലേക്ക് അതിന് മാറ്റി എഴുതും. ഫോർ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പേ ഉള്ളൂ. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിനെയാണ്. ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ അല്ല. റിപ്പോർട്ടർ സ്പീച്ചിൽ നമുക്ക് തന്നിരിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് അതൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം എന്നുള്ളതാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളതാണ്. നമുക്കറിയാം ഓൾറെഡി ക്വസ്റ്റ്യൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യനും ഉണ്ട്, അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്. ഈ WH ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾക്ക് അറിയാലോ. W വെച്ചിട്ട് അല്ലെങ്കിൽ H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് WH ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ. ഇനി ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആം, ഈസ്, ആർ, വാസ്, വെർ, ഡു, ഡസ്, ഡിഡ് എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നും വിളിക്കും. നമുക്ക് ആദ്യം ഒരു WH ക്വസ്റ്റ്യനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു WH ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. W വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ സ്പീക്കർ ഇതേ കണ്ടോ. സ്പീക്കറിന് ആദ്യം ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതാം. മായാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും അതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അതിന് ഇങ്ങോട്ട് മാറ്റി എഴുതാം. സോ മായ ആസ്ക്ഡ് എന്നുള്ളതായിട്ട് മാറും. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഇതാ ഈ കാണുന്ന ആദ്യത്തെ സാധനമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. അതിനെയും താഴേക്ക് എടുത്ത് എഴുതുക. ബാക്കി വരുന്നതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സെന്റൻസ്. സോ ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിനെ ആയിരിക്കണം എപ്പോഴും ആദ്യം കൊടുക്കേണ്ടത്. ഇതൊരു ഗോൾഡൻ റൂൾ ആണ്. സബ്ജക്റ്റിന് എപ്പോഴും ആദ്യം കൊടുക്കണം. സോ യോർ ഫേവറേറ്റ് ഫുഡ് അല്ലെങ്കിൽ യോർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. യോർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതിനെ നമ്മളില്ലേ താഴേക്ക് എടുത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഈ യോർ എന്നുള്ളത് എന്തായിട്ട് മാറും അറിയോ. ഹിസ് ഓർ ഹെർ എന്നുള്ളതായിട്ട് മാറും. ഇവിടെ തൽക്കാലം നമ്മൾ ഇതൊരു ആണിനോടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും. മായ ആസ്ക്ഡ് വാട്ട് ഹിസ് ഫേവറേറ്റ് ഫുഡ്. കഴിഞ്ഞോ? ഇല്ല. ഇനി ബാക്കി ഒരു ഈസ് ഉണ്ട്. ഈ ഈസ് നമ്മുടെ ലിസ്റ്റ് പ്രകാരം വെറുതെ പറയുന്നല്ല. ദേ ഈസ് എന്തായിട്ട് മാറും, വാസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഹിസ് ഫേവറേറ്റ് ഫുഡ് വാസ് എന്നുള്ളതായാൽ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ആയി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിവിടെ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ഓക്സിലറി വെച്ചിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. നമ്മൾ വാട്ട്, വിച്ച്, ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ സ്പീക്കർ വെച്ചിട്ടാണ്, സ്പീക്കറിനെയാണ് ആദ്യം താഴേക്ക് എടുത്ത് എഴുതേണ്ടത്. പിന്നെ റിപ്പോർട്ടിംഗ് വേർബ് അത് ഓൾവേസ് ആസ്ഡ് എന്നുള്ളത് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു മാറ്റം വരുന്നത് ലിങ്കിങ് വേർഡിലാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. രണ്ട് യൂസ് ചെയ്താലും ഉത്തരം ശരി തന്നെയാണ്. ബാക്കി ഭാഗം നമുക്ക് കൺവേർട്ട് ചെയ്യാനേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ മായ പിന്നെ ഒരു ചോദ്യം ചോദിക്കുക, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ. നീ നാളെ വരുന്നതിൽ നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നത്. ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? സിമ്പിൾ ആണ്. ആദ്യം സ്പീക്കറിനെ താഴേക്ക് എടുത്ത് എഴുതാം. മായ ആസ്ഡ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ്. അത് കഴിഞ്ഞിട്ട് മായ ആസ്ഡ്. ഇനി നമുക്ക് ലിങ്കിങ് വേർഡ് ആണ്. ഇഫോ വെദറോ യൂസ് ചെയ്യാം, ഇഫ് യൂസ് ചെയ്യാം തൽക്കാലം. മായ ആസ്ഡ് ഇഫ്
ഇനി ഇതാ ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതാണ് നമുക്ക് മാറ്റി എഴുതേണ്ടത്. അവിടെ നമുക്ക് ആദ്യം വരേണ്ടത് സബ്ജക്റ്റിനെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ യു എന്നുള്ളത് എന്തായിട്ട് മാറും? രാമനോടാണ് ചോദിക്കുന്നത്, അപ്പൊ അത് യു എന്നുള്ളത് ഹി ആയിട്ട് മാറും. മായ ആസ്ഡ് ഇഫ് ഹി ആർ എന്നുള്ളത് വാസ് ആയിട്ട് മാറും. ഹി വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. An extract from the conversation between Miss Smith and Mr. Brown in post early for Christmas is given below. Report the conversation. So Miss Smith ചോദിക്കുന്നത്, could you really manage a turkey for Christmas, Mr. Brown? ഇതെന്താ? ഇത് ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല ഇതിന്റെ റിപ്ലൈയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും യെസ് എന്നുള്ളത്. ഓക്കെ, ഇതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ സ്പീക്കറെയാണ്. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതാം. സോ മിസ് സ്മിത്ത്, നമുക്ക് വേണ്ട റിപ്പോർട്ടിംഗ് വെർബ് ആസ്ഡ് എന്നുള്ളതാണ്, കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ആസ്ഡ് അതിനെ താഴേക്ക് എടുത്ത് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഒരു ലിങ്കിങ് വേർഡാണ്. ഇഫ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. നമുക്ക് വെദർ യൂസ് ചെയ്യാം. വെദർ ഈ യു എന്തായിട്ട് മാറും? ഇവിടെ മിസ്റ്റർ ബ്രൗൺ ആയതുകൊണ്ട് അത് ഹി ആയിട്ട് മാറും അല്ലെ. വെദർ ഹി കുഡിനൊന്നും മാറ്റം വരുത്തണ്ട. ഹി കുഡ് റിയലി മാനേജ് a turkey for Christmas. ഇത്ര എഴുതിയാൽ മതി. മിസ് സ്മിത്ത് ആസ്ഡ് വെദർ ഹി കുഡ് റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് എന്ന് എഴുതിയാൽ നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇനി ഇതിന്റെ റിപ്ലൈ കൊടുത്തത് കണ്ടോ? ഈ ഒരു ചോദ്യത്തിന്റെ റിപ്ലൈ കൊടുത്തത് കണ്ടോ? യെസ് ഐ ക്യാൻ സ്പെയർ വൺ, എനിക്ക് ഒന്നിനെ സ്പെയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നു. ഇങ്ങനെ റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, ചില സമയത്ത് അത് റിപ്ലൈ പോലും അല്ല, വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഇങ്ങനെയുള്ള രണ്ട് കേസുകളാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 2. ഈ രണ്ട് ടൈപ്പ് നമ്മൾ പഠിച്ചാൽ മതി. ഇവിടെ നമ്മൾ സ്പീക്കറിനെയാണ് ആദ്യം എഴുതേണ്ടത്. സ്പീക്കറിനെ അങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് വേർബ്. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അതൊരു റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിപ്ലൈഡ് എന്ന് പറയാം. ഇനി അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ഇനി വേണ്ടത് ഒരു ലിങ്കിങ് വേർഡ് ആണ്. ഈ ലിങ്കിങ് വേർഡ് നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് എന്നുള്ളതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. ബാക്കിയുള്ള ഭാഗം നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. നമ്മുടെ +1 എന്നാണ് ചോദിച്ചില്ലേ, +1 ഒരു സാധനമാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. യങ് സീകൾ പറയാണ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നില്ലേ. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നിടത്ത് യങ് സീകൾ പറയാണ്, സ്പീക്കർ എന്ന് പറയുന്നത് യങ് സീകളാണ്. യങ് സീകൾ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് സെഡ് എന്ന് പറയാം. യങ് സീകൾ സെഡ്. ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ആണ്. യങ് സീകൾ സെഡ് ദാറ്റ്. ഇനി ബാക്കി ഈ ഭാഗമാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. സോ ഐ ഡോണ്ട് തിങ്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ഡിഡന്റ് എന്നായിട്ട് മാറും. ഡോണ്ട് ഡിഡന്റ് ആയിട്ട് മാറും. ഹി ഡിഡന്റ് തിങ്ക്. ഐ വീണ്ടും ഹി ആയിട്ട് മാറും. ഹി ക്യാൻ എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും. ഫ്ലൈ എന്നുള്ളതായിട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇവിടെ നമുക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. സോ മാർത്ത ചോദിക്കുകയാണ് വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച് റോബർട്ട് എന്ന് പറയുന്നതും ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെന്റ് എന്ന് പറയുന്ന റിപ്ലൈയുമാണ് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതേണ്ടത്. സോ മാർത്തയുടെ കേസ് നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് മാറ്റി എഴുതാനുള്ളത്. സോ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇതിന്റെ സ്പീക്കർ ആരാ? മാർത്തയാണ്. ആദ്യം നമുക്ക് അത് എടുത്ത് എഴുതാം. ആസ്ഡ് എന്നുള്ളതാണല്ലോ നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇഫോ വെദറോ യൂസ് ചെയ്യാം ലിങ്കിങ് വേർഡ് ആയിട്ട്. നമുക്കിവിടെ ഇഫ് യൂസ് ചെയ്യാം. മാർത്ത ആസ്ഡ് ഇഫ്. ഇനി നമുക്ക് ഈ ഇത്രയാണ് ബാക്കി മാറ്റി എഴുതാനുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ സബ്ജക്റ്റിന് ആദ്യം കൊടുക്കണം. ഡെപ്പോസിറ്റേഴ്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ മാർത്ത ആസ്ഡ് ഇഫ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ മാർത്ത ആസ്ഡ് റോബർട്ട് ഇഫ്. ഇനി ഡെപ്പോസിറ്റേഴ്സിന് എഴുതാലോ ഇഫ്. സോ ഈ റോബർട്ട് നമ്മൾ അങ്ങോട്ട് കട്ട് എഴുതി കഴിഞ്ഞു. അത് ആദ്യം മുന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കട്ടായി പോയി. സോ ഇഫ് ദ ഡെപ്പോസിറ്റേഴ്സ് വില്ല് എന്തായിട്ട് മാറും? വില്ല് വുഡ് ആയിട്ട് മാറും. വുഡ് ലൂസ്, അവിടെ മാറ്റാനില്ല. വുഡ് ലൂസ് മച്ച് എന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കുള്ള ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഇതിനെന്തായാലും നമുക്ക് മാർക്ക് കിട്ടി. ഇനി നമ്മൾ റോബർട്ട് ബാൾഡ്വിന്റെ റിപ്ലൈ ആണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനിങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതുമ്പോഴും നമ്മൾ ആദ്യം സ്പീക്കറിനെ തന്നെയാണ് എഴുതുന്നത്. സോ ബാൾഡ്വിൻ റിപ്ലൈഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ്. റിപ്ലൈഡ്. ദാറ്റ് എന്നുള്ളതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത്. റിപ്ലൈഡ് ദാറ്റ്. ദ ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? വുഡ് നോട്ട് എന്നായിട്ട് മാറും. വുഡ് നോട്ട്
ലൂസ്, അസെൻഡ് എന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. സോ ഇതാണ് നമ്മുടെ 3 ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, 2 ടൈപ്പ്. ഒന്ന് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എല്ലാം നമ്മൾ സ്പീക്കറിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു റിപ്പോർട്ടിംഗ് വേർബും ഒരു ലിങ്കിങ് വേർഡും ബാക്കിയുള്ള സെന്റൻസിനെ കൺവേർട്ട് ചെയ്യാനും മാത്രമേ ഉള്ളൂ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ചെയ്യാനുള്ളത്. എല്ലാം ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ്. നിങ്ങൾ ആ ലിസ്റ്റ് എന്തായാലും പഠിച്ചു വെച്ചേ മതിയാവും. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 2 മിനിറ്റിന്റെ ചോദ്യത്തിന് 2 മിനിറ്റിനോടെ നമുക്ക് എഴുതി തീർക്കാൻ വേണ്ടി, 2 മാർക്കിന്റെ ചോദ്യത്തിന് 2 മിനിറ്റോടെ നമുക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടൈംലി അത് എഴുതി തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.